ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 1898 വധിക്കപ്പെട്ട ഓസ്ട്രിയ ഹംഗറിയിലെ ജനപ്രിയ രാജ്ഞിയും ചക്രവർത്തിനിയുമായ ബവേറിയയിലെ എലിസബത്തിൻ്റെ പേരിലുള്ള തൂക്കുപാലവും അതിനോടടുത്ത് ചെറിയ പൂന്തോട്ടത്തിന് നടുവിലുള്ള എലിസബത്ത് രാജ്ഞിയുടെ പ്രതിമയുമാണ്. ലിബർട്ടി സ്ക്വയറിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് സെൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്കയിലേക്കാണ്. ബസിലിക്കയിൽ പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഹംഗറിയുടെ നാണയമായ ഫോറിൻ തന്നെ കൊടുക്കണം. ക്രെഡിറ്റ് കാർഡും യൂറോയും ഒന്നും അവിടെ എടുക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പള്ളി കാണാനുള്ള ആഗ്രഹം വേണ്ടെന്ന് വെച്ചുകൊണ്ട് പള്ളിയുടെ മുകളിൽ കയറിയാൽ ആ പ്രദേശങ്ങൾ മുഴുവൻ കാണാൻ പറ്റും. പക്ഷേ നേരപ്പോഴത്തേനും നമുക്ക് അവിടുത്തെ ആ നാണയം നമ്മുടെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ട് അവിടുത്തെ ഇതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഹംഗറിയുടെ ജനപ്രിയ രാജ്ഞിയും ചക്രവർത്തിനിയുമായ ഈ ബവേറിയയിലെ എലിസബത്തിൻ്റെ പേരിലുള്ള തൂക്കുപാലവും അതിനോടടുത്ത് ചെറിയ പൂന്തോട്ടവും കാണാമെന്ന് വെച്ചു. നമ്മുടെ ചാനലിൽ ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ ഇതിൻ്റെ വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേനും മദ്ബഹ, നമ്മുടെ പള്ളിയുടെ മദ്ബഹ കാണുന്ന ഇതാണ് വെളിയിൽ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ. നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റാഞ്ഞുകൊണ്ട് പോയില്ല. പെസ്റ്റിൽ നിന്ന് ബുഡയിലേക്കുള്ള നടത്തത്തിൽ സമയം സ്ഥലവും കടന്നുള്ളൊരു യാത്ര. എലിസബത്ത് പാലം ബുഡാപെസ്റ്റിൻ്റെ രണ്ട് വ്യത്യസ്തവും എന്നാൽ പരസ്പര ബന്ധിതവുമായ രണ്ട് ഭാഗങ്ങളായ പെസ്റ്റിനും ബുഡായ്ക്കും ഇടയിലുള്ള ഒരു സുപ്രധാന വഴിയായി നിലകൊള്ളുന്നു. നമ്മളിപ്പം നടക്കുന്ന കരയ്ക്ക് പെസ്റ്റ് എന്നാണ് പറയുന്നത്. പെസ്റ്റിൻ്റെ സൈഡിൽ പെസ്റ്റ് കഴിഞ്ഞിട്ട് ഡാന്യൂബ് ഒഴുകുന്നു. നമ്മൾ ഈ പാലത്തെ കൂടെ അക്കരെ കിടക്കുമ്പോഴത്തേന് അത് ബുഡ എന്നുള്ളതാണ് ആ സൈഡിന് പറയുന്നത്. അപ്പോൾ ബുഡായും പെസ്റ്റും ചേർന്നാണ് ബുഡാപെസ്റ്റ്. ഡാന്യൂബ് നദിക്ക് കുറുകെയുള്ള ഈ പാലം ഒരു പ്രായോഗിക ഘടന മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായ വിഭജനങ്ങൾ മാത്രമല്ല, ചരിത്രപരമായ വിവരണങ്ങൾക്കും സാംസ്കാരിക പരിവർത്തനങ്ങൾക്കും പാലം നൽകുന്ന നഗരത്തിൻ്റെ രണ്ട് വശങ്ങളുടെ ഐക്യത്തെ ഇത് പ്രതീകപ്പെടുത്തുന്നു. ഇതാണ് ആ പാലത്തിൻ്റെ രണ്ട് കരകളിലുമായിട്ട് രണ്ട് വലിയ തൂണുകളുണ്ട്. ആ തൂണുകളുടെ രണ്ട് സൈഡിലും കരകളിലേക്ക് വലിയ വടങ്ങൾ, ഈ ഒരു 50 എണ്ണത്തിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എണ്ണാൻ പറ്റിയില്ല എത്രയുണ്ടെന്ന്. അപ്പോൾ അത്രയും ഉള്ള വടങ്ങളാണ് ഈ കാണുന്നത്. കൂട്ടി യോജിപ്പിച്ച് ഇരുമ്പ് വടങ്ങൾ, അത്രയും എണ്ണം വടങ്ങൾ ഒരുമിച്ചാക്കി കൂട്ടി യോജിപ്പിച്ച് കരകളിലെ അവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ആ ഫിക്സ് ചെയ്തിരിക്കുന്നതിനകത്തുനിന്ന് നമ്മൾ ഈ ഡാന്യൂബ് നദിയുടെ രണ്ട് കരകളിലുള്ള വലിയ രണ്ട് തൂണുകളിൽ വഴിയാണ് ഇത് അപ്പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ആ ഇങ്ങനെ തുടിഞ്ഞു കിടക്കുന്ന ഈ 50 വടങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ആ വടങ്ങളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേറെ വടങ്ങൾ പോലെയുള്ള കെട്ടിയാണ് ഈ പാലം തൂങ്ങി നിൽക്കുന്നത്. അർബൻ പൾസും ആധുനികതയും പെസ്റ്റിലെ നമ്മുടെ നടത്തം ആരംഭിച്ച് ബുഡാപെസ്റ്റിൻ്റെ ഈ തിരക്കേറിയ ഭാഗത്തിൻ്റെ സജീവമായ നഗര ഭൂപ്രകൃതിയിൽ നമ്മൾ മുഴുകിയിരുന്നു നടന്നു വന്നപ്പോൾ വിശാലമായ ബോളിവാർഡുകളും ഗംഭീരമായ വാസ്തുവിദ്യയുമുള്ള പെസ്റ്റ് നഗരത്തിൻ്റെ ഊർജ്ജസ്വലവും ആധുനികവുമായ സ്പന്ദനത്തെ പ്രതിനിധീകരിക്കും. നമ്മൾ ഈ പെസ്റ്റിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡിലുള്ള ഈ ഡാന്യൂബ് നദിയുടെ പെസ്റ്റ് കരയുടെ ഡാന്യൂബ് നദിയുടെ സൈഡിലുള്ള ഭാഗമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ആ സൈഡിൽ ആ നട കയറി വന്നപ്പോഴത്തേനുള്ള അത് മാർച്ച് 15 സ്ക്വയർ വഴിയാണ് നമ്മളിങ്ങനെ കയറി വന്നത്. പെസ്റ്റിലേറ്റും നമ്മൾ ആദ്യമേ കണ്ട ഒരു പഴയ പള്ളിയാണ്. 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇന്നർ സിറ്റി പാരിഷ് ചർച്ചാണത് നമ്മളവിടെ കണ്ടത്. നമ്മളിനി ബ്രിഡ്ജിലേക്ക് ഇപ്പം കയറി. എലിസബത്ത് ബ്രിഡ്ജാണിത്. ഡാന്യൂബ് നദിക്ക് കുറുകെയുള്ള ബുഡയെയും പെസ്റ്റിനെയും ബന്ധിക്കുന്ന ഹംഗറിയിലെ ബുഡാപെസ്റ്റിലെ 3ാമത്തെ ഏറ്റവും പുതിയ പാലമാണ് ഈ എലിസബത്ത് പാലം എന്ന് പറയുന്നത്. ബുഡാപെസ്റ്റ് പ്രദേശത്ത് ഡാന്യൂബിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്താണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 290 മീറ്ററാണ് നമുക്ക് ഈ ഡാന്യൂബ് നദിയുടെ വീതി എന്ന് പറയുന്നത്. അത് അപ്പുറമുള്ള വേറൊരു തൂക്കുപാലമാണ്. ആ പാലം നമ്മൾ ഈ ബുഡയും പെസ്റ്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു 4-5 പാലങ്ങളുണ്ട്. നമ്മൾ ആ പാലങ്ങൾ എല്ലാം നമ്മൾ സെപ്പറേറ്റ്, മറ്റ് പാലങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോയിൽ നമ്മളതിനെ കാണിക്കുന്നുണ്ട്.
എലിസബത്ത് പാലം അതിമനോഹരവും മനോഹരമായ രൂപകൽപ്പനയോടെ നഗരത്തിൻ്റെ ചരിത്രപരമായ പരിണാമത്തിൻ്റെ തെളിവായി നിലകൊള്ളുമ്പോൾ പെസ്റ്റിൻ്റെ സമകാലിക സൗന്ദര്യവുമായി യോജിക്കുന്നു. നമ്മൾ പെസ്റ്റിൽ നിന്ന് പാലത്തെ സമീപിക്കുമ്പോൾ അലങ്കരിച്ച നിയോ ക്ലാസിക്കൽ കെട്ടിടങ്ങളും പാലത്തിൻ്റെ കാര്യക്ഷമമായ രൂപവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചേക്കാം. ബുഡാപെസ്റ്റ് അതിൻ്റെ ചരിത്രപരമായ വേരുകളെ മാനിച്ചുകൊണ്ട് ആധുനികതയെ ആശ്ലേഷിച്ചുകൊണ്ട് തുടർച്ചയായി എങ്ങനെ വികസിച്ചുവെന്ന് ഈ സംയോജനം എടുത്തു കാണിക്കുന്നു. കടകൾ, കഫേകൾ, സജീവമായ തെരുവുരംഗങ്ങൾ എന്നിവയ്ക്കൊപ്പം പാലത്തിലേക്കുള്ള കാൽനടപ്പാതകൾ പെസ്റ്റിൻ്റെ നഗര ചൈതന്യത്തെ വിലമതിക്കാൻ അവസരമൊടുക്കുന്നു. ഇത് നമ്മൾ പെസ്റ്റിൻ്റെയും ബുഡായുടെയും സൈഡ് വഴി, ഈ ഡാന്യൂബ് നദിയുടെ 2 കരകൾ വഴിയും നമുക്ക് സൈഡ് വഴിയുണ്ട്. ആ വഴിയിൽ നിന്ന് നേരെ നമുക്ക് ഈ ബോട്ടിലേക്ക് കയറാനുള്ള ആ ഒരു പോകുന്ന ആ ഒരു വേ അവിടെ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നാണ് ഈ സൈഡിൽ ആഴക്കുറവുണ്ടായിരിക്കാം, ഇപ്പോൾ ബോട്ട് അടുക്കുമ്പോഴത്തേനും അടിത്തട്ടായിരിക്കാനായിരിക്കാം. അപ്പോൾ അവിടെ അങ്ങോട്ട് ഇറക്കി ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതുവഴിയാണ് ഈ ബോട്ടിലേക്ക് കയറുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ നൈറ്റിൽ വൈകിട്ട് ഇതുവഴിയുള്ള ഈ ബോട്ട് യാത്രയാണ്. അപ്പോൾ അതായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ഒരു ദിവസം നമ്മൾ പോയതുകൊണ്ട് നമ്മൾ പകൽ വന്ന് കണ്ടിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. നമുക്ക് ഒരു ദിവസം നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മളത് വേണ്ടെന്ന് വെച്ച്. ഇതാണ് ആ വടത്തിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കമ്പികളിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട ഈ വടത്തിലാണ് ഈ പാലം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. വാസ്തുവിദ്യയും പ്രതീകാത്മകതയും ഹംഗേറിയൻ വാസ്തുശില്പിയായ ജോസഫ് ഫെഗാടെഹാസി രൂപകൽപ്പന ചെയ്തത് 1964 പൂർത്തിയാക്കിയ എലിസബത്ത് പാലം 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലെ എഞ്ചിനീയറിങ്ങിൻ്റെയും രൂപകൽപ്പനയുടെയും ശ്രദ്ധേയമായ ഉദാഹരണമാണ്. ചെയിൻ ബ്രിഡ്ജ് പോലുള്ള ബുഡാപെസ്റ്റിലെ പഴയ പാലങ്ങളുടെ അലങ്കാര ഘടകങ്ങളുമായി അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വെളുത്ത സ്റ്റീൽ ഘടന വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എലിസബത്ത് പാലത്തിൻ്റെ ലാളിത്യവും ചാരുതയും കാലഘട്ടത്തിൻ്റെ ആധുനിക പ്രവണതകളെ പ്രതിഫലിപ്പിക്കുന്നു. പ്രവർത്തന സൗന്ദര്യത്തിലും ഘടനാപരമായ സമഗ്രതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പാലത്തിന് ചരിത്രപരമായ ഭാരവുമുണ്ട്. ഓസ്ട്രിയയുടെ എലിസബത്ത് രാജ്ഞിയുടെ പേരിലുള്ള ഇത് സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ്. 1964 നിർമ്മിച്ച യഥാർത്ഥ പാലം 2-ാം ലോകമഹായുദ്ധകാലത്ത് നശിപ്പിക്കപ്പെട്ട പഴയ ഘടനയ്ക്ക് പകരമായിരുന്നു. ഈ പുനർനിർമ്മാണം ബുഡാപെസ്റ്റിൻ്റെ പ്രതിരോധശേഷിയും പുനർജന്മവും ഉൾക്കൊള്ളുന്നു. എലിസബത്ത് പാലത്തെ ഓർമ്മയുടെയും പുതുക്കലിൻ്റെയും പ്രതീകമായി മാറ്റുന്നു. രണ്ട് ട്രാക്ക് വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാലത്തിൻ്റെ 2 സൈഡിലും ബസ്സസിനുള്ളതാണ്. നടുക്കത്തെ ഇതാണ് ട്രാക്കാണ് നമ്മൾ കാറുകൾക്കൊക്കെ ഉള്ളത്. സൈഡിൽ 2 എണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബസ്സുകൾക്കായി മാറ്റി വെച്ചിരിക്കുന്നു. അതിൻ്റെ സൈഡിൽ 2 സൈഡിലും നടപ്പാതകളുണ്ട്, കൈവരികളുണ്ട് സൈഡിൽ. ഡാന്യൂബ് ഇങ്ങനെ പരന്നൊഴുകിയാണ്. ഡാന്യൂബ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലൂടെയാണ് ഒഴുകി വരുന്നത്. പ്രശസ്തമായ പല പട്ടണങ്ങളും ഈ ഡാന്യൂബിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പട്ടണമാണ് ഈ ബുഡാപെസ്റ്റ്. നമ്മൾ ബുഡായുടെ അതിർത്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാലത്തിലൂടെ നടക്കുമ്പോൾ ഡാന്യൂബ് നദിയുടെ കാഴ്ചകൾ അതിശയകരമായൊരു പശ്ചാത്തലം നൽകുന്നു. റോമൻ കാലം മുതൽ ഓട്ടോമൻ അധിനിവേശം, ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം, 20-ാം നൂറ്റാണ്ടിലെ നാടകീയ സംഭവങ്ങൾ തുടങ്ങി നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന് ഈ നദി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എലിസബത്ത് പാലത്തിൻ്റെ സ്ഥാനവും ഈ സുപ്രധാന ജലപാതയെ വ്യാപിപ്പിക്കാനുള്ള കഴിവും ബുഡാപെസ്റ്റിൻ്റെ ചരിത്രപരവും സാംസ്കാരികവുമായ ഭൂപ്രകൃതിയിലെ ഒരു പ്രധാന കണ്ണിയായി മാറ്റുന്നു. പെസ്റ്റിൽ നിന്ന് ബുഡയിലേക്കുള്ള മാറ്റം കേവലം ഫിസിക്കലായിട്ടുള്ളൊരു മാറ്റം മാത്രമല്ല, ചരിത്രപരവും സാംസ്കാരികവുമായ കാലഘട്ടത്തിലെ കൂടിയുള്ള ഒരു ചലനം കൂടിയാണ്. കൂടുതൽ ആധുനിക നഗര സ്വഭാവമുള്ള പെസ്റ്റ് ബുഡയുടെ ചരിത്രത്തിലെ മനോഹാരിതയുമായി വളരെ വ്യത്യസ്തമാണ്. പാലത്തിൽ നിന്നുള്ള കാഴ്ച ബുഡയുടെ കുന്നുകളുടെ കാഴ്ചകൾ നൽകുന്നു. അവയുടെ ചരിത്രപരമായ കോട്ടകളും പഴയ ലോക മനോഹാരിതയും പെസ്റ്റിൻ്റെ തിരക്കേറിയതും കോസ്മോപൊളിറ്റൻ സ്വഭാവമുള്ളതുമായ വ്യക്തമായ വ്യത്യാസം സൃഷ്ടിക്കുന്നു.
ചരിത്രപരമായ ചാരുതയും പ്രകൃതിരമണീയമായ കാഴ്ചകളും ബുഡ ഭാഗത്തെത്തുമ്പോൾ നഗരത്തിൻ്റെ ഈ പഴയ ഭാഗത്തിൻ്റെ ചരിത്രവും വാസ്തുവിദ്യ സമ്പന്നതയും പ്രതിഫലിപ്പിക്കുന്ന മറ്റൊരു അന്തരീക്ഷം നമ്മളെ സ്വാഗതം ചെയ്യുന്നു. നഗരത്തിൻ്റെ മധ്യകാല ഭൂതകാലത്തിൻ്റെ കഥകൾ പറയുന്ന കുന്നുകളും ചരിത്രപരമായ കെട്ടിടങ്ങളുമുള്ള കൂടുതൽ പരുക്കൻ ഭൂപ്രദേശമാണ് ബുഡ. ബവേറിയയിലെ എലിസബത്തിൻ്റെ പ്രതിമയാണ്. നമ്മളെ പാലത്തിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഒരു പാർക്കിനകത്താണിത്. 1898 ബവേറിയയിലെ എലിസബത്തിന് ബുഡാപെസ്റ്റിൽ ഒരു സ്മാരകം പണിയാൻ 1900 ഒരു അഭ്യർത്ഥന നടത്തിയപ്പോൾ അത് അനുയോജ്യമായ ഒരു രൂപകൽപ്പന തിരഞ്ഞെടുക്കുന്നതിനായി തുടർച്ചയായ കമ്മിറ്റികൾ നിരവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പക്ഷേ 1919 വരെ ഇത് നടന്നില്ല. 5ാമത്തെ ശ്രമത്തിൽ ശില്പി ഗോർജി സാലയുടെ രൂപകൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് സ്മാരകം പൂർത്തിയാക്കി. പാലത്തിൻ്റെ സൈഡിൽ സ്ഥാപിക്കാൻ 13 വർഷമെടുത്തു. 1945 ജർമ്മൻ സൈന്യം പാലം തകർത്തപ്പോൾ ഇതിന് കേടുപാടുകൾ സംഭവിച്ചു. ഇത് വേഗത്തിൽ നന്നാക്കി, പക്ഷേ പിന്നീട് കൂടുതൽ കേടുപാടുകൾ കണ്ടെത്തി. 1953 ഇത് നീക്കം ചെയ്യേണ്ടി വന്നു. 1957 വരെ ഒരു പൂർണ്ണ പുനരുദ്ധാരണം പൂർത്തിയാക്കുകയും പാലത്തിൻ്റെ ബുഡാവശത്ത് അതിൻ്റെ നിലവിലെ സ്ഥലത്ത് ഇത് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രീൻ അറ്റ്മോസ്ഫിയറിലാണ്. ഭയങ്കരമായിട്ടുള്ള മൊത്തം നല്ല ഗ്രീനറിയാണ് ഈ പാർക്കിൽ. ഈ ഗ്രീൻ പാർക്കിൻ്റെ നടുക്കായിട്ടാണ് ഇത് ഈ എലിസബത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഡാന്യൂബ് നദിയുടെ ഓരം ചേർന്നുള്ളൊരു നടത്തവും അതിനുശേഷം അവിടെയുള്ള ഒരു മോളിൽ നമ്മൾ അവിടെ നിന്ന് കണ്ട ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലൂടെയുള്ള അവിടെ അങ്ങോട്ട് കയറി അവിടെ നിന്നാൽ നമുക്ക് നദീനെ നന്നായിട്ട് അടുത്തെന്ന് പറഞ്ഞാൽ എല്ലാം കുറച്ച് കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അടുത്തല്ല, നമുക്ക് ഓവറോളായിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റും പാലങ്ങളും വിവിധ പാലങ്ങളും എല്ലാം. നമ്മൾ അതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.